കുട്ടാ? ആർപ്പിയിലോ? സിനിമയ്ക്കല്ലേ പോന്നെ? സിനിമയ്ക്ക് പോണ്ടേ? സിനിമയ്ക്ക് പോണ്ടല്ലേ? ആ സിനിമയ്ക്ക് പോവാം. ആരുടെ സിനിമയാ? ആരുടെ? ആരുടെയോ സിനിമ അല്ലേ? മമ്മൂട്ടിയുടെ സിനിമയോ? എപ്പോ ഇറങ്ങി? ശനിയാഴ്ച. ആ കൂടുതൽ സിനിമയ്ക്കാ പോന്നല്ലേ? ലക്കിക്കുട്ടൻ കാണാൻ വേണ്ടി പോവാണോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിക്കാൻ പോണ്ടേ നമുക്ക്? എന്താ ഫുഡാ മോന് വേണ്ടത്? ആ ദോശ. സോ നമ്മള് കൂടുതൽ സിനിമ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കേ ഗായ്സ്, അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ രാത്രിയല്ലേ, ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയാണ്, ലൈറ്റ് ഫുഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ അത് വട തന്നെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഈ വട എന്നല്ല, വെജിറ്റേറിയൻ ഹോട്ടലിലെ വട എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല സൂപ്പർ വടയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിക്കാൻ വന്ന സ്ഥലത്തെ വട. അത് നല്ല ഈ ചമ്മന്തിയിൽ മുക്കി നല്ല ചൂടുള്ള വട കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതാണ് ഇപ്പോൾ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിദ്യയ്ക്കും എനിക്കും ലക്കിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഈ വട എന്ന് പറഞ്ഞാൽ നല്ല ഫേവറേറ്റ് സാധനമാണ്. പിന്നെ ഓവർ കഴിക്കത്തില്ല, തടി കൂടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ ലേശം ഡയറ്റിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിയേറ്ററിലോട്ടെത്തി. തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോഴാണ് ജസ്റ്റ് സിനിമ തുടങ്ങാൻ പോകുന്നത്. 5 മിനിറ്റ് പോലും ഇല്ല. പിന്നെ ഒരു വെപ്രാളം പിടിച്ചൊരു ഓട്ടമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിനകത്ത് ചെന്ന് പെട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതാണ്ട് സിനിമ ഇപ്പം തുടങ്ങാൻ പോവുകയാണ്. സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇൻ്റർവെൽ ആകുമ്പോൾ ലക്കിക്കുട്ടൻ്റെ സ്ഥിരം പടിയാണ് എന്തെങ്കിലും കഴിച്ച് കഴിക്കാൻ കൊടുക്കാമെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ അതേണ്ട ഈ ഒരു പൊരിച്ച ഈ സാധനം ലക്കിക്കുട്ടൻ ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും തിയേറ്ററിനകത്ത് കയറിയിരിക്കുകയാണ് ബാലൻസ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നോ? അച്ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? കേടില്ല. അമ്മയ്ക്കോ? അത്ര പോരാ. അത്ര പോരെ. ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞപ്പോ എക്സ്പെക്ട് ചെയ്ത അത്രയും ഉണ്ടായിരുന്നില്ല. കണ്ടോണ്ടിരിക്കാം, നല്ലൊരു കഥയൊക്കെയാണ് അല്ലേ? പക്ഷേ ഫ്രാങ്കായിട്ട് പറയാൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ടത് ഒരു സിനിമ ആക്കി വെച്ചാണ് എനിക്ക് അത്ര വലിയ കഥയാണ്. ഓക്കെ, അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം ലക്കിക്കൂട്ടനൊക്കെ ഏകദേശം ഉറക്കം വന്നു തുടങ്ങി, ഞങ്ങൾക്കും ഏകദേശം ഉറക്കം വന്നു തുടങ്ങി. മണി 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ പോയി കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. വീട്ടിലെത്തി. പൊറോട്ട കൊള്ളാം. ടാറ്റ ബൈ ബൈ, സീ യു. നാളെ കാണാം. ഓക്കെ. ഓക്കെ.